നിങ്ങൾ നിങ്ങളെ ക്രഷിനോട് സംസാരിക്കുമ്പോൾ അല്ല കാമുകിയോടോ ആരോടായാലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സംസാരിച്ച് കഴിഞ്ഞ് അതായത് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിക്കാൻ ഒന്നുമില്ല, ബോറടിച്ച് തുടങ്ങി അല്ലെങ്കിൽ സംസാരിക്കാൻ ഇനി പിന്നൊന്നുമില്ല, പിന്നെന്താ വേറെന്താ ഇങ്ങനെ ചോദിച്ച് എപ്പോൾ തുടങ്ങുന്നു ടോപ്പിക്കൊക്കെ അവസാനിക്കുന്നെന്ന് നമുക്ക് തോന്നുന്ന ആ സെക്കൻഡിൽ ആ കോൺവെർസേഷൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോണം. അതായത് ഇപ്പോൾ വിളിക്കാം, അല്ലെങ്കിൽ വേണ്ട അത്യാവശ്യമുണ്ട്, അല്ലെങ്കിൽ എടീ ശരിയെടീ എന്നാൽ ബായ്, അല്ലെങ്കിൽ അമ്മ വിളിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പ് ആവണം. അല്ലെങ്കിൽ അത്രയും നേരം നിങ്ങൾ സംസാരിച്ച് നല്ല താല്പര്യത്തോടെ സംസാരിച്ചതുകൂടെ അവിടെ വേസ്റ്റായി പോകും. അതായത് ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുമെന്ന് വെച്ചു, സംസാരിച്ച് ടോപ്പിക്ക് കഴിഞ്ഞിട്ടും പിന്നെ വേറെ ഒന്നും സംസാരിക്കില്ല. എന്നിട്ട് അവൻ പറയാം പിന്നെന്താ വേറെന്താ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ ലക്ഷ്യം എന്തോ ഒരു 5 മിനിറ്റെങ്കിലും ആ പെണ്ണിനോട് നല്ല രീതിയിൽ സംസാരിക്കണമെന്നാണ്. അല്ലാതെ ബോറിംഗ് ആയിട്ട് സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും? ബോറിംഗ് ആയിട്ട് സംസാരിച്ചാൽ അകന്ന് പോകത്തുള്ളൂ, അട്രാക്റ്റ് ആവത്തില്ല. അപ്പം നമ്മുടെ ലക്ഷ്യം അട്രാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ബോറിംഗ് ആയിട്ട് തോന്നുമ്പം പിന്നെ അവിടെ നിൽക്കരുത്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഒത്തിരി നേരം സംസാരിച്ചാൽ അട്രാക്ഷൻ വരുമോ, അപ്പോഴൊരു അടുപ്പം കട്ടാക്കിയിട്ട് പോയാൽ അടുപ്പം പോകും, അല്ലെങ്കിൽ അതിനിടെ കൂടെ വേറെ ഏതെങ്കിലും തായൽ വന്ന് അവളോട് മിണ്ടിക്കോട്ടെ, കുഴപ്പമില്ല. അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മളങ്ങനെ ചിന്തിക്കാൻ കാര്യം എന്താണെന്ന് അറിയുമോ? ഭയം, നമ്മുടെ ഉള്ളിലുള്ള ഭയം, അതാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അതുപോലെ നമ്മുടെ തെറ്റിദ്ധാരണയാണ് ഒരുപാട് നേരം മിണ്ടിയാലേ അട്രാക്ഷൻ വരത്തുള്ളൂ, ഒരുപാട് നേരം മിണ്ടിയാലേ അടുപ്പം വരത്തുള്ളൂ, ഡെയിലി വിളിച്ചാലേ അടുപ്പം വരത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഡെയിലി വിളിച്ച് ഇങ്ങനെ ബോറടിക്കുന്ന പോലെ സംസാരിച്ചാൽ ബോറടിച്ച് പോകത്തേ ഉള്ളൂ, സത്യമല്ല. ഡെയിലി സംസാരിക്കുന്നത് അതൊക്കെയാണെങ്കിൽ ബിഗിനിങ് സ്റ്റേജിലൊക്കെ, അതായത് പരിചയപ്പെട്ട ആ ഒരു സമയത്ത് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ, ആദ്യത്തെ ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ചെന്നാൽ അങ്ങോട്ട് കയറി ചെന്നാലും കുഴപ്പമില്ല, കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. നിങ്ങളിപ്പോൾ ഒരു അരമണിക്കൂർ സംസാരിച്ചെന്ന് വെച്ചോ, ഈ അരമണിക്കൂർ സംസാരിച്ചിട്ട് ബാക്കി വരുന്ന 5 മിനിറ്റ് പിന്നെ നിങ്ങൾ ബോറിംഗ് ആയിട്ട് സംസാരിക്കുന്നെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? ഒരു ടോപ്പിക്കെല്ലാം സംസാരിക്കുമ്പം വീണ്ടും നിങ്ങൾ സംസാരിക്കാൻ അറിയാത്തവന്മാരുടെ ലിസ്റ്റ് വീണ്ടും വരും, മനസ്സിലായോ? അത്രയും നേരം നിങ്ങൾ സംസാരിച്ചതുകൂടെ വേസ്റ്റാവും. പിന്നെ ബോറിംഗ് ആയിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ലക്ഷ്യം അട്രാക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ കോള് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോകുമ്പം 2, 3, 4 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നെന്നുള്ളൊരു ലിസ്റ്റിലോട്ടും, അതായത് നല്ല രീതിയിൽ കോള് പൊയ്ക്കൊണ്ടിരിക്കും, കുറച്ച് ബോറടിച്ച ഉടനെ എടി ശരിയെടി വയ്ക്കുമെന്ന് പറയാം. അപ്പം ഫസ്റ്റ് കോള് വയ്ക്കുന്ന ആൾ എപ്പോഴും ഒരു പവറുള്ള ഒരാളാണെന്ന് സൈക്കോളജിയിൽ റിസർച്ചിൽ പ്രൂവ് ആയിട്ടുണ്ട്. അതായത് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഫസ്റ്റ് കോള് വയ്ക്കുന്ന ആൾ എന്ന് വെച്ചാൽ എപ്പോഴും ഫസ്റ്റ് കോൾ വയ്ക്കുക. അപ്പോൾ അവർക്ക് എന്ത് കോൺഷ്യസ് ആയിട്ട് ഫീൽ ആകും, നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ, അങ്ങനെ ഒരു ഫീൽ വരും. ഇതിനെക്കുറിച്ച് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അതായത് ഇപ്പോൾ ഒരു പെണ്ണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അവളുടെ വിചാരം ഇവൻ്റേതായിട്ടുള്ള ഒരു കാര്യമില്ല, ഇവൻ എത്ര നേരം വേണേലും പെണ്ണുങ്ങളെ വിളിച്ചാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അതാണ് അവൻ്റെ ജോലി, വേറെ ഒരു പണി ഇവന് സ്വന്തമായിട്ടില്ല എന്ന് ചിന്തിക്കും. നേരെ മറിച്ച് നമ്മൾ ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ട് പറയാം ശരിയടി ബായ് ഞാൻ വിളിക്കാം എന്ന് പറയുമ്പം ഇവൻ്റെ കാര്യം നോക്കുന്നുണ്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പം ഗേൾസിന് അട്രാക്ഷൻ വരും. ഇത് സൈക്കോളജിക്കലി പ്രൂവ് ആയിട്ടുള്ള കാര്യം. കുറച്ച് മാസം മുമ്പ് എനിക്കൊരു ലേഡി ക്ലയൻറ്റ് വന്നായിരുന്നു, 20 വയസ്സുള്ള ഒരു പെണ്ണായിരുന്നു. അവൾ പറയുന്നത് അവൾ വർക്ക് ചെയ്യുന്നിടത്ത മാനേജർ ഭയങ്കര സെൽഫിഷാണ്, എങ്ങനെ ഒന്ന് അട്രാക്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു സെൽഫിഷിനെയൊക്കെ എന്തിനാണ് പ്രയോഗിക്കുന്നത്? അപ്പോൾ പറയുക അല്ല എനിക്ക് അവനെ തന്നെ വേണമെന്ന്. മനസ്സിലായോ? സെൽഫിഷായിട്ടിരുന്നാൽ അതൊരു അട്രാക്ഷനാണ്. എന്ന് വെച്ചാൽ ഒരുപാട് സെൽഫിഷ് ആവില്ല, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കുമ്പോഴേ അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും ഫസ്റ്റ്. സെക്കൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ നിങ്ങൾ കോൾ കട്ട് ചെയ്തുമ്പോൾ അവൾ ചിന്തിക്കും ഇവനിങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ പോകുന്ന ടൈപ്പല്ല, ഇവനും ഒരു ബൗണ്ടറി ഉണ്ട്, അതിനപ്പുറത്തേക്ക് ഇവൻ സംസാരിക്കാനൊന്നും ഇരുന്നിരുത്തില്ല, ഇവനും ഇവൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇവനും ഇവൻ്റേതായിട്ടുള്ള തിരക്കുണ്ടെന്ന് പിന്നെ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ തന്നെ ചിന്തിക്കും ഇവൻ എന്ത് പറ്റി നല്ലോണം സംസാരിച്ചിട്ട് പെട്ടെന്ന് പോകുന്നത്, ഇവൻ എന്നെ സാധാരണ പെണ്ണായിട്ടാണോ കാണുന്നത്? ബാക്കിയുള്ള ആണുങ്ങളൊക്കെ എന്നെ വലിയ രാജകുമാരി പോലെ കാണുമ്പം എന്നെ വന്ന് ഇമ്പ്രസ് ചെയ്യുന്നു, എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നു, ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇവനോട് ഞാൻ ഇത്രയും നല്ലപോലെ സംസാരിച്ചിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞ് പോവാന്ന്. അപ്പോൾ എന്തായിരിക്കും കാരണം? എന്തിനായിരിക്കും പോയത്? അവൻ്റേതായിട്ടുള്ള പ്രയോറിറ്റി ഉണ്ട്. അപ്പം ഞാൻ ഒരു സാധാരണ ആളായിട്ടാണ് ഇവന് തോന്നുന്നത്, അപ്പോൾ ഇവനാണ് ബെറ്റർ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ബെറ്ററാന്ന് തോന്നുമ്പോൾ നമ്മളോട് അട്രാക്ഷൻ വരും. അപ്പോൾ കോൺവെർസേഷൻ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും അടുപ്പം കുറയത്തില്ലേ, അട്രാക്ഷൻ കുറയത്തില്ലേ? അങ്ങനെയൊന്നുമില്ല. അതായത് സംസാരിച്ച് ബോറിംഗ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ എസ്കേപ്പ് ആകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല മുമ്പ് ബിരിയാണിയുടെ കാര്യം, നിങ്ങൾക്ക് ബിരിയാണി തന്ന് ഒരു പൊതി കഴിച്ചു, നിങ്ങളെന്ത് ചെയ്തു? ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കളഞ്ഞാണ്, ബിരിയാണി ഇഷ്ടമില്ലാതായില്ലല്ലോ നിങ്ങൾക്ക്. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് വിശക്കുമ്പം നിങ്ങൾ തന്നെ ആ ബിരിയാണി രണ്ടാമത്തെ പൊതി എടുത്ത് വീണ്ടും കഴിക്കും. മനസ്സിലായി? അതുപോലെ ഇപ്പോൾ ക്രഷിനോട് സംസാരിക്കുമ്പം നമ്മളെന്തായാലും നമുക്ക് ബോറിംഗ് ആയിട്ട് വരുമെന്ന് മനസ്സിലായി, നമുക്ക് സംസാരിക്കാൻ ടോപ്പിക്കില്ല, എല്ലാം തീർന്നു പോയി. അപ്പോൾ എന്ത് ചെയ്യണം? അവൾക്കും ബോറിംഗ് ആയിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ബോറിംഗ് മണത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്യണം എന്തെങ്കിലും കാര്യം പറഞ്ഞ്.
അപ്പോൾ മുമ്പ് പറഞ്ഞ കുറച്ച് സൈക്കോളജി നടക്കും. അതുപോലെ ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും അട്രാക്ഷൻ വരും. വീണ്ടും അവളെന്തെങ്കിലും ടോപ്പിക് ഇട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ വരും. അതായത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ബിരിയാണി വീണ്ടും തിന്നാൻ തോന്നുന്ന പോലെ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ബിരിയാണി എടുത്ത് കഴിക്കുന്ന പോലെ അവളും കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വിളിച്ചോളും. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിച്ചാലും സംസാരിക്കാം, എന്തെങ്കിലും ടോപ്പിക് കിട്ടും. അതുപോലെ നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിച്ച് വെച്ചേക്കും. അതായത് 24 മണിക്കൂർ അടുത്തിരുന്നാലേ അട്രാക്ഷൻ വരുമോ, നമ്മളെ കണ്ട് അട്രാക്ഷൻ വരുമോ. അതൊരു സൈക്കോളജിയാണ്. കണ്ട് നമ്മളോട് ഇഷ്ടം വരും, അത് ശരിയാണ്. പക്ഷേ ക്ലോസ്നെസ്സും സ്പേസും വേണം. കുറച്ച് എപ്പോഴെങ്കിലും സ്പേസ് എടുക്കുമ്പോഴേ അവിടെ ഒരു അട്രാക്ഷൻ വരത്തുള്ളൂ. ഇപ്പം കൂടെ തന്നെ ഇരുന്ന് ഒരാളെ മിസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ 24 മണിക്കൂർ അടുത്തിരുന്ന് ഒരാളെ മിസ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് നാൾ മുമ്പ് എനിക്കൊരു ക്ലയൻറ്റ് വന്നേനെ. അവൻ പറയുക, ലോക്ക്ഡൗൺ സമയത്ത് 24 മണിക്കൂർ ഭാര്യ അടുത്ത് തന്നെ ഉണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് അവൻ പറയുക, എനിക്ക് എൻ്റെ ഭാര്യ വിട്ട് മാറാനും വയ്യ, അവനെ മിസ്സ് ചെയ്യും വേണം. എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, മിസ്സോ മയിര് ജയിക്കാൻ പറ്റും. എടാ 24 മണിക്കൂർ അടുത്തുള്ള അവളല്ലേ 24 മണിക്കൂർ അടുത്തിരിക്കുന്നത്, പിന്നെ അവളെ എങ്ങനെ മിസ്സ് ചെയ്യിക്കാൻ പറ്റും? 24 മണിക്കൂർ ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു വാച്ച് കിട്ടിയിരിക്കുന്നത്, 24 മണിക്കൂർ നിങ്ങൾ കയ്യിൽ അഴിക്കാതെ വാച്ച് കിട്ടിയാൽ ആ വാച്ച് നിങ്ങൾ മിസ്സ് ചെയ്യുമോ? ഇടയ്ക്കൊന്ന് കാണാതെ പോകണം, അപ്പോഴായിരിക്കും അത് മിസ്സ് ചെയ്യുന്നത്. ആ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് ഒരു ദിവസം ഇല്ലെങ്കിലായിരിക്കും നമ്മൾ സമയം നോക്കാൻ അറിയാതെ കൈ ഇങ്ങനെ എടുക്കുമ്പോഴായിരിക്കും അറിയുന്നത്, അയ്യോ വാച്ച് കയ്യിലില്ലല്ലോ എന്ന്. അപ്പോഴാണ് അതിനെ മിസ്സ് ചെയ്യുന്നത്. മനസ്സിലായോ? അതുപോലെ സിനിമയിലും ഈ യൂട്യൂബിലൊക്കെ അങ്ങനെ കാണിക്കുന്നത്. ഇപ്പം 24 മണിക്കൂർ അടുത്തിരിക്കുമ്പോൾ അട്രാക്ഷൻ, ഭാര്യയും ഭർത്താവും നല്ലതുപോലെ നിൽക്കുന്നത്. അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തന്നെ, യൂട്യൂബ് ഒരുപാട് സൈക്കോളജി പറയുന്ന ചാനലൊക്കെ ഉണ്ട്. അതിൽ പറയുന്നത് വുമൺ സൈക്കോളജി, ഗേൾസിൻ്റെ സൈക്കോളജി എന്നാണ്. സത്യത്തിൽ ഇത് ഗേൾസിൻ്റെ സൈക്കോളജി അല്ല, ഇത് ഹ്യൂമൻ നേച്ചറാണ്. മനസ്സിലായോ? ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ചെറിയ റേഷ്യോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് തന്നെ. ചില കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, മാസ്കുലിൻ ഫെമിനിൻ, അതിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻ്റ് ഉള്ളത്. അത് വളരെ ഒരു 30% മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഹ്യൂമൻ നേച്ചറാണ്, രണ്ടിടത്തും ഒരുപോലെ വർക്കാവുന്നത്. ഡെയിലി വിളിക്കുന്ന ക്രഷോ കാമുകയോ ആണെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും കാരണം പറഞ്ഞേടി വെള്ളത്തിൽ പോയി, ഫോൺ വെള്ളത്തിൽ പോയി, അല്ലെ തിരക്കാ, നാളെ വിളിക്കാൻ പറ്റൂല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് സ്പേസ് എടുക്കണം. സ്പേസ് എടുക്കുമ്പോഴാണ് അവിടെ ഒരു മിസ് ഫീൽ വരുന്നത്, അപ്പോഴാണ് ഒരു അട്രാക്ഷൻ വരുന്നത്. അല്ലാതെ 24 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കണം നമ്മളങ്ങനെ വിചാരിച്ചേക്കുന്നത്. അടുത്തുനിന്ന് മാറിയ അപ്പം കണക്ഷൻ പോവും, അടുപ്പം പോവും. കോള് സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. 1 മണിക്കൂറെങ്കിലും സംസാരിക്കണം. 1 മണിക്കൂർ ബബ്ബേ അടിച്ച് കഴിച്ചോ ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. 5 മിനിറ്റായാലും ക്വാളിറ്റിയോടെ സംസാരിക്കണം, അതിലാണ് കാര്യം.